അങ്ങനെ ഒരിക്കൽ കൂടി 56 ഇഞ്ച് നെഞ്ചളവിൻ്റെ കരുത്ത് കാണിച്ച മോഡി ഇന്നലെ രാത്രി രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും പിന്നോട്ടില്ല, ഭീകരതയുമായി ഒരു സന്ധിയുമില്ല, അടിച്ചാൽ തിരിച്ചടിക്കും, ഒരു മയവും ഉണ്ടാകില്ല എന്ന് മോദി വ്യക്തമായി ശക്തമായി ജനങ്ങളോട് പറഞ്ഞു. അവർക്ക് ഉറപ്പ് നൽകി. പാകിസ്ഥാൻ കേണപേക്ഷിച്ചു, കാലുപിടിച്ച് യാചിച്ചു എന്നാണ് മോദി പറയാതെ പറഞ്ഞത്. രക്ഷിക്കണം, ഇനി അടിക്കരുത് എന്ന് പാകിസ്ഥാൻ നിലവിളി 3 ദിവസം കൊണ്ട് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന പണി ഇന്ത്യൻ സൈന്യം കൊടുത്തതിൻ്റെ ആ ബലത്തിലാണ് മോദി കേണപേക്ഷിച്ചപ്പോൾ അവരോട് ദയ കാണിച്ചത്. എന്തായാലും ആ ദയ കാണിച്ചപ്പോൾ പോലും ഒരു കാര്യം പറഞ്ഞു, യാതൊരുവിധ ചർച്ചയുമില്ല, 2 കാര്യങ്ങളെ ചർച്ച ചെയ്യുള്ളൂ. 1 ഭീകരത, 2 POK അഥവാ പാക് അധീന കാശ്മീർ. അത് പിടിച്ചെടുത്ത ഭൂമി എത്രത്തോളം നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ചിട്ടും നമുക്ക് നഷ്ടപ്പെട്ട ഭൂമി എങ്ങനെ എപ്പോൾ തിരിച്ചു തരും എന്നുള്ളതാണ് ആ ചർച്ച. ഇതല്ലാതെ മറ്റൊരു കാര്യവും ചർച്ചയില്ല. നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ല, വ്യാപാര ബന്ധം പുനരാരംഭിക്കില്ല, മോദി വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നു മാത്രമല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരരുത്. ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല, ഇന്ത്യ തലകുനിക്കില്ല എന്നാണ് മോദി വ്യക്തമായിട്ട് പറഞ്ഞത്. എന്തായാലും വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു, വെള്ളവും ചോരയും കൂടി ഒരുമിച്ചൊഴുകില്ല എന്ന് മുമ്പ് പറഞ്ഞത് അദ്ദേഹം ഇത്തവണയും ആവർത്തിച്ചു. അതിൻ്റെ അർത്ഥം നദീജല കരാർ പുനഃപരിശോധിക്കില്ല, റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ല എന്ന് തന്നെയാണ്. എന്നു മാത്രമല്ല, ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് പോകില്ല, ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് പോകില്ല. പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് അവരുടെ കയ്യിലാണ്, അവർ തീരുമാനിക്കട്ടെ ഇതിലേത് വേണം എന്ന്. ഇനിയും ഭീകരരെ സഹായിച്ച് ഇന്ത്യക്കെതിരെ ഈ ഒളിയുദ്ധം, നാണം കെട്ട നിഴൽ യുദ്ധം നടത്താനാണ് പാകിസ്ഥാൻ്റെ തീരുമാനമെങ്കിൽ അടിച്ചൊതുക്കിക്കളയും എന്നാണ് മോദി പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാന് മാത്രമല്ല, പാകിസ്ഥാനെ സഹായിക്കുന്ന, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് ചൈനയ്ക്കും കൂടിയുള്ള താക്കീതാണ്. ഈ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനെ കൊണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ ഇങ്ങനെ ചൊറിഞ്ഞ് ഈ പാകിസ്ഥാൻ്റെ ആ ചൊറിച്ചിൽ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ചൊറിച്ചിലിന് കാരണമായിരിക്കുന്നവരും കൂടി ഇത് ഓർക്കണം എന്നാണ് മോദിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. പറയാതെ പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി. വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ ഒരുപാടുണ്ട് മോദിയുടെ ആ പ്രസംഗം. എന്നു മാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട്. നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരമാണിത്, പകരം വീട്ടിയതാണ് ഇന്ത്യ. വ്യക്തമാണ്, ഇത് ചുമ്മാ പിള്ളേർ കളിയൊന്നുമല്ല. ഇങ്ങോട്ട് അടിച്ചു, ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു, അങ്ങോട്ട് മാന്തി പുണ്ണാക്കി വിട്ടിട്ടുണ്ട്. നിലനിൽപ്പില്ലാതെ നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ. മോദി പറഞ്ഞതാണ്. ഇതിലൂടെ, ഈ ഒരു പകരം വീട്ടലിലൂടെ ഇന്ത്യൻ കരുത്ത് എന്താണെന്ന് ലോകം കണ്ടു, ലോകം അത് തിരിച്ചറിഞ്ഞു, ലോകത്തിന് മനസ്സിലായി ഇന്ത്യ എന്താണ്, ഈ പുതിയ ഇന്ത്യ എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലായി. നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കം മുമ്പ് പറഞ്ഞിരുന്നതാണ്, ഇത് പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണെന്ന്. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമ്മുടെ സൈനിക നടപടിയിലൂടെ തെളിയിക്കാൻ സാധിച്ചു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറയുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്. 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി ഭരിക്കുന്ന ധീരനായ ഒരു ഭരണ നേതൃത്വം ഉള്ള ഒരു രാഷ്ട്രമാണിന്ന് ഭാരതം. വളരെ വ്യക്തമാണ് വാക്കുകൾ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഏത് ഭീകരാക്രമണത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്, ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കില്ല. ആണവായുധമുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ വരച്ച വരയിൽ നിർത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വച്ചിരുന്നാൽ മതി. ഇത് പാകിസ്ഥാനിന് നേരെയാണ് പറഞ്ഞതെങ്കിലും ഇത് ലോകത്ത് പലർക്കും ഇത് കൊള്ളും.
ഇത് അമേരിക്കയ്ക്കും കൊണ്ടിട്ടുണ്ട്. കാരണം പുതിയ ഇന്ത്യയാണ്, കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഈ ഒളിച്ചു കടത്താൻ എന്തെങ്കിലും ഒന്ന് ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും എന്നാണ് മോദി പറഞ്ഞത്. ഇപ്പോൾ അവകാശവാദങ്ങളുമായിട്ട് വരുന്നുണ്ടല്ലോ ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഒക്കെ. ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ ഈ വ്യാപാര ബന്ധങ്ങളെ ബാധിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തത് കൊണ്ടാണ് എല്ലാവരും ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായത്. അങ്ങനെ ഒന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തൻ്റെ വാക്കുകൾ കൂടി വരച്ച് കാണിക്കുന്നു. പാകിസ്ഥാൻ കാലുപിടിച്ചു, യാചിച്ചു, കേണപേക്ഷിച്ചു. അത് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസാണ് നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. ഒരിടനിലക്കാരനുമില്ല എന്ന് മോദി വ്യക്തമാക്കുന്നു. എന്തായാലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഭീകരർക്ക് വളരാനുള്ള വെള്ളവും വളവും കൊടുക്കുന്നത് പാക് സർക്കാരും പാക് സൈന്യവുമാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞു. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവമടക്കിൽ പങ്കെടുക്കുന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഉന്നത സിവിലിയൻ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പാക് ഭരണകൂടത്തിലെ ജനപ്രതിനിധികൾ അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഉന്നത സിവിലിയൻ ഉദ്യോഗസ്ഥർ ഒക്കെ ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവമടക്കിൽ പങ്കെടുക്കുന്നു. ഇതിനേക്കാൾ വലിയ തെളിവിനി വേണോ എന്നാണ് മോദി ലോകത്തിനോട് ചോദിക്കുന്നത്. എന്തായാലും ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് അവരുടെ കയ്യിലാണ്. ഇനിയും ഈ ഭീകരതയെ വച്ചു പൊറുപ്പിക്കണോ, പ്രോത്സാഹിപ്പിക്കണോ, അതിനെ വളർത്തണോ, അതിനെ പരിശീലിപ്പിക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. എന്തായാലും അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഒരു കാരണവശാലും കാശ്മീർ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം POKയുടെ കാര്യത്തിൽ മാത്രം ചർച്ച എന്ന് പറഞ്ഞത്. കാശ്മീരിനെക്കുറിച്ച് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല. കാശ്മീരിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സർക്കാർ പരിഹരിച്ചുകൊള്ളും. അത് പരിഹരിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്. POKയിൽ നിന്ന് പാകിസ്ഥാൻ എപ്പോൾ ഒഴിഞ്ഞു പോകും? ഈ ഭൂമി ചതിയിലൂടെ, വഞ്ചനയിലൂടെയൊക്കെ തട്ടിയെടുത്ത ഭൂമി എപ്പോൾ, എങ്ങനെ, എവിടെ, എത്ര തിരിച്ചു തരും എന്നൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അവിടെ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകും. നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത ഭൂമിയിൽ നിങ്ങൾ എന്തിന് കയറി നിൽക്കുന്നു എന്നാണ് മോദിയുടെ ചോദ്യം. വളരെ ഹ്രസ്വമായൊരു പ്രസംഗം രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഹ്രസ്വമാണെങ്കിലും അതിന് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാനുണ്ട്. അതിനകത്ത് ചൈനയ്ക്ക് എതിരെ പരാമർശമുണ്ട്, അമേരിക്കയ്ക്കെതിരെ പരാമർശമുണ്ട്. വളരെ കൃത്യമാണ്. അനാവശ്യമായി ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഞങ്ങൾ നിങ്ങൾക്കാർക്കും ഒരു ശല്യവും ഉണ്ടാക്കുന്നില്ല. ഇന്ത്യ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ്. സംഘർഷം 1% പോലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്ത് വലിയ വികസന സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യം ഇനിയും ഒരുപാട് വളരാനുണ്ട്. ലോകം മുഴുവനും അതിൻ്റെ ഖ്യാതി പരന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ നമ്മൾ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് മോദി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഭീകരതയെ വളർത്തുന്നവരും ഭീകരതയെ സഹായിക്കുന്നവരും അവർ തിരിച്ചറിയണം ഇത് പുതിയ ഇന്ത്യയാണ് എന്ന്. എന്തായാലും നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഭരണകൂടവും നമ്മുടെ രാജ്യത്തെ സുശക്തമായ സൈന്യവും ഒത്തുചേർന്നപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ ആ രാജ്യസ്നേഹവും അവർക്ക് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയോടും പരമാധികാരത്തോടുമുള്ള ഐക്യവും ആദരവും ഒക്കെ ഒത്തുചേർന്നപ്പോൾ നമ്മൾ കണ്ടു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സൈന്യത്തിനെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി പിന്തുണച്ച ഒരു ജനതയെ നമ്മൾ കണ്ടു. ആ ജനതയാണ് പ്രധാനമന്ത്രിയുടെ കരുത്ത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നത് കേവലം ഒരു മനുഷ്യനല്ല, കേവലം ഒരു പ്രധാനമന്ത്രിയല്ല, കേവലം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ല, മറിച്ച് 145 കോടി മനുഷ്യരുടെ പിന്തുണയും അവരുടെ ശക്തിയും അവരുടെ തേജസ്സും അവരുടെ ഓജസ്സും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയ ഒരു മഹാനായ ഭരണാധികാരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു.